ശ്രുതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും ഓർമ്മിക്കണമെന്നില്ല. പക്ഷേ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ ജയറാമിൻ്റെ നായിക, ഒരാൾ മാത്രം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായിക, ഇത്രയും പറഞ്ഞാൽ ആ മുഖവും ഭാവങ്ങളും പെട്ടെന്ന് മനസ്സിൽ വരും. അത്ര മിഴിവോടെയാണ് ശ്രുതി ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആവണി പൊന്നൂഞ്ഞാൽ എന്ന ഗാനം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ശ്രുതിയുടെ മുഖമാണ്. ഒരു മലയാളി ഗ്രാമീണ പെൺകുട്ടിയുടെ രൂപങ്ങളായിരുന്നു ശ്രുതിക്ക്. കർണാടകക്കാരിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസം. ശ്രുതിക്ക് പ്രായത്തിൻ്റെ കണക്കിൽ 50 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ഏറെക്കാലമായി അവരെക്കുറിച്ച് ഒന്നും തന്നെ കേൾക്കാനില്ല. ശ്രുതിയെ സംബന്ധിച്ച വിശദാംശങ്ങളും പൊതുസമൂഹത്തിന് ഏറെക്കുറെ അജ്ഞമാണ്. 150-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രുതി തെന്നിന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദിയിലും തുളുവിലും ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപരിഷ്കൃതമായ ഏതോ നാട്ടിന് പുറത്ത് ജീവിക്കുന്ന പെൺകുട്ടി എന്ന് തോന്നിക്കുന്ന സാധാരണത്വമായിരുന്നു ശ്രുതിയുടെ പ്രത്യേകത. പല താരങ്ങളും സ്വന്തം നാട്ടിൽ അന്യവത്കരിക്കപ്പെടുമ്പോൾ മറ്റിടങ്ങളിൽ പേരെടുക്കുന്നു, അംഗീകാരങ്ങൾ വാരിക്കൂട്ടുന്നു. ശ്രുതിയുടെ അനുഭവം മറിച്ചായിരുന്നു. കർണാടക സർക്കാരിൽ നിന്നും 3 തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. തമിഴ്നാട് സർക്കാരിൽ നിന്ന് 1 തവണയും 4 ഫിലിം ഫെയർ അവാർഡുകളും സ്വന്തമായി. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന നായികമാരിൽ നിന്ന് ശ്രുതി വേറിട്ട് നിന്നു. വൈകാരിക കഥാപാത്രങ്ങളിലൂടെയും ഹാസ്യവേഷങ്ങളിലൂടെയും വില്ലത്തിയായും ശ്രുതി തിളങ്ങി. ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിലും തീവ്രതയിലും അവതരിപ്പിക്കാനുള്ള അവരുടെ വിവേചനബോധം ചർച്ച ചെയ്യപ്പെട്ടു. ഇതൊക്കെ ചെയ്യുമ്പോഴും അയലത്തെ പെൺകുട്ടി എന്ന പോലെയാണ് പ്രേക്ഷകർ അവരെ കണ്ടിരുന്നത്. രൂപത്തിലും പെരുമാറ്റത്തിലെയും ലാളിത്യം അതിന് കാരണമായി. താരപ്പകിട്ടും ജാടകളും എന്നും ശ്രുതിക്ക് അന്യമായിരുന്നു. നാടക കലാകാരന്റെ കുടുംബത്തിലാണ് ശ്രുതിയുടെ ജനനം. പിതാവ് GV കൃഷ്ണ ഒരു നാടക കമ്പനി ഉടമയായിരുന്നു. അദ്ദേഹം ഇരട്ട സഹോദരിമാരായ രാധയെയും രുക്മിണിയെയും വിവാഹം കഴിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു. ശരൺ എന്ന സഹോദരനും ഉഷ എന്നൊരു സഹോദരിയും ശ്രുതിക്ക് കൂടപ്പിറപ്പുകളായുണ്ട്. 2 അമ്മമാരിൽ ആരൊക്കെ ആരുടെയൊക്കെ മക്കൾ എന്ന് പോലും പൊതുസമൂഹത്തിന് അജ്ഞാതമാണ്. അതേസമയം ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഐക്യത്തിലും സ്നേഹത്തിലുമാണ് അവർ വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞയുടൻ തന്നെ ശ്രുതിക്ക് സിനിമയിൽ അവസരം ലഭിച്ചു. കേവലം 14-ാം വയസ്സിൽ സഹനടിയായി കന്നഡ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. ഗിരിജ എന്നായിരുന്നു യഥാർത്ഥ പേര്. ആ പേരിൽ മറ്റൊരു നടിയുള്ളതുകൊണ്ട് തന്നെ ആദ്യ സിനിമയുടെ നിർമ്മാതാക്കൾ പ്രിയദർശിനി എന്നൊരു പേരിട്ടു. അത് ആ കൗമാരക്കാരിക്ക് അത്ര ഇഷ്ടമായില്ല. ആരെയും പിണക്കണ്ടെന്ന് കരുതി മറുത്തു പറയാനും നിന്നില്ല. തൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാവുന്ന ഒരു കാലത്തിനായി കാത്തിരുന്നു. അടുത്ത ചിത്രത്തിൻ്റെ സെറ്റിലും ശ്രുതി മൗനം പാലിച്ചു. 3ാമത്തെ സിനിമയായ ശ്രുതി എന്ന പടത്തിലെത്തിയപ്പോൾ ഡയറക്ടർ ദ്വാരകേഷിനോട് അവൾ തൻ്റെ സങ്കടം പങ്കുവച്ചു. എന്തുകൊണ്ട് നമ്മുടെ സിനിമയുടെ പേര് തന്നെ കുട്ടിക്ക് സ്വന്തം പേരായി സ്വീകരിച്ചുകൂടാ എന്ന് അദ്ദേഹം ചോദിച്ചു. ശ്രുതി പലകുറി ആ പേര് മനസ്സിൽ ഉരുവിട്ടു നോക്കി. അത് വളരെ ആകർഷകമായി തോന്നി. അക്കാലത്ത് അധികം ആർക്കും അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല. എന്തായാലും അന്ന് മുതൽ അവർ ശ്രുതി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ശ്രുതി എന്ന ചിത്രം അവർക്ക് ഭാഗ്യം കൊണ്ടുവന്നു. 6 മാസത്തിലധികം തിയേറ്ററുകളിൽ തുടർച്ചയായി സിനിമ പ്രദർശിക്കപ്പെട്ടു. തമിഴ്, തെലുങ്ക് സിനിമകളുടെ വാതായനങ്ങളും ശ്രുതിക്ക് മുന്നിൽ തുറന്നു. ഫാമിലി ഡ്രാമകളിലും കോമഡി ചിത്രങ്ങളിലും ഒരുപോലെ തിളങ്ങാനുള്ള ശ്രുതിയുടെ കഴിവ് പ്രശംസിക്കപ്പെട്ടു. കന്നഡ സൂപ്പർ താരമായിരുന്ന വിഷ്ണുവർദ്ധൻ അടക്കമുള്ള സീനിയർ നടന്മാർ ശ്രുതിയുടെ ഡേറ്റിനായി കാത്തിരുന്നു. എല്ലാവർക്കും അവരുടെ സിനിമകളിൽ ശ്രുതി നായികയാവണം. അക്കാലത്ത് അത്രയ്ക്ക് ജനപ്രീതിയായിരുന്നു അവർക്ക്. തമിഴ് സിനിമയുടെ കുലപതിയായി വാഴ്ത്തപ്പെടുന്ന സാക്ഷാൽ K. ബാലചന്ദർ കൽക്കി എന്ന പേരിൽ ഒരു നായിക കേന്ദ്രീകൃത സിനിമ ഒരുക്കിയപ്പോൾ പ്രധാന വേഷത്തിലേക്ക് പരിഗണിച്ചത് ശ്രുതിയായിരുന്നു. 2 പുരസ്കാരങ്ങൾ ഒരുമിച്ച് കയ്യിലാക്കി ശ്രുതി. സ്റ്റേറ്റ് അവാർഡും ഫിലിം ഫെയർ അവാർഡും ഈ കാലയളവിൽ കന്നഡയിൽ ശ്രുതിയുടെ 7 സിനിമകളാണ് തുടർച്ചയായി റിലീസ് ചെയ്യപ്പെട്ടത്. ഇവയിൽ പലതും കണ്ണീർ കഥകൾ പറഞ്ഞ ചിത്രങ്ങളായിരുന്നു. അത്തരം രംഗങ്ങളിലെ ശ്രുതിയുടെ മികച്ച പ്രകടനവും ആ സിനിമകളുടെ വിജയം കണ്ട് പ്രലോഭിതരായ നിർമ്മാതാക്കൾ തുടർച്ചയായി കണ്ണീർ നായികയെ ശ്രുതിയെ കാസ്റ്റ് ചെയ്തു. പലരോടും നോ പറയാൻ എന്തുകൊണ്ടോ ശ്രുതിക്ക് കഴിഞ്ഞില്ല. അവസരങ്ങൾ എല്ലാ കാലത്തും തേടി വരണമെന്നില്ല. ഡിമാൻഡുള്ളപ്പോൾ പരമാവധി പടങ്ങളിൽ അഭിനയിക്കുന്നതാണ് ബുദ്ധിയെന്ന് ശ്രുതി കണക്കൂട്ടി. ഫലമോ ദുരന്തരാജ്ഞി എന്ന് മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിച്ചു. മലയാളത്തിൽ ശ്രുതിയുടെ തുടക്കം സത്യൻ അന്തിക്കാട് ചിത്രത്തിലൂടെയായിരുന്നു. മമ്മൂട്ടി നായകനായ ഒരാൾ മാത്രം. തൊട്ടടുത്ത വർഷം രാജസേനൻ്റെ സംവിധാനത്തിൽ ജയറാമിൻ്റെ നായികയായി കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. 2 പടങ്ങളും ഹിറ്റായി എന്ന് മാത്രമല്ല, പുതിയ നായികയുടെ പ്രകടനം ശ്രദ്ധേയമായി എന്ന് വിലയിരുത്തപ്പെട്ടു. പല തലങ്ങളിൽ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്വകാര്യ ജീവിതത്തിലെ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. എസ് മഹേന്ദ്രമായുള്ള ദാമ്പത്യം 11 വർഷങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് പത്രപ്രവർത്തകനായ ചന്ദ്രചൂഡനെ വിവാഹം കഴിച്ചെങ്കിലും 1 വർഷത്തിനപ്പുറം ആ ബന്ധത്തിനും ആയുസ്സുണ്ടായില്ല. 18 വർഷങ്ങൾക്ക് മുൻപ് ശ്രുതി നിർണായകമായ ഒരു തീരുമാനമെടുത്തു. നടി എന്ന നിലയിൽ ജനപ്രീതി മുതലെടുക്കുക എന്നതിനപ്പുറം വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ടെന്നും അവർ പൊതുരംഗത്തേക്കിറങ്ങി. BJPയുടെ സഹയാത്രികയായി. ശ്രുതിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ കർണാടക സംസ്ഥാപനം ടൂറിസം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായി നിയമിതനായി. ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പലതരം നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അതിനേക്കാളൊക്കെ പ്രധാനമായി ശ്രുതി കരുതുന്നത് 2 അമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ്.